നമസ്കാരം, ഫോട്ടോത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഏറ്റവും മികച്ച ഫോട്ടോ എഡിറ്റിംഗ് ആപ്പ് ഏതാണ്? ഫോട്ടോ എഡിറ്റിംഗ് ആപ്പുകൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ജനറൽ ആയിട്ട് നമുക്ക് എല്ലാതരം എഡിറ്റിങ്ങുകളും പോസിബിൾ ആയിട്ടുള്ള എഡിറ്റിംഗ് ആപ്പുകൾ. ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കേണ്ട 3 ആപ്പുകളുണ്ട്. ഈ ആപ്പുകളുടെ ഡീറ്റെയിൽസിലോട്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തേക്ക് വരാം. ഇനി രണ്ടാമത്തെ തരം ആപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്പെഷ്യൽ എഫക്റ്റുകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്പെഷ്യൽ എഡിറ്റിംഗ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടോ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കിടിലൻ ആപ്പുകളാണ്. ടോപ്പ് 8 ആപ്പുകളെ പരിചയപ്പെടാം. ഗ്ലിച്ച് ലാബ്. ഫോട്ടോ എഡിറ്റിങ്ങിലെയും വീഡിയോ എഡിറ്റിങ്ങിലെയും ഇപ്പോഴത്തെ ഒരു കിടിലൻ ട്രെൻഡാണ് ഗ്ലിച്ച് എഫക്റ്റ്. നമ്മൾ ഫോട്ടോഷോപ്പോ അല്ലെങ്കിൽ മറ്റു ടൂളുകളോ ഉപയോഗിച്ചിട്ട് നമ്മൾ മണിക്കൂറുകൾ എടുത്ത് ചെയ്യുന്ന ഗ്ലിച്ച് എഫക്റ്റ് നമുക്ക് ഒരൊറ്റ ക്ലിക്കിൽ ഗ്ലിച്ച് ലാബ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഒട്ടനവധി ഗ്ലിച്ച് പ്രീസെറ്റുകൾ ഉണ്ട് ഈ ആപ്പിൽ. അതുകൂടാതെ നമുക്ക് സ്വന്തമായിട്ട് ഗ്ലിച്ച് എഫക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. റെഡ് ഡാർക്ക് ഫിൽറ്റേഴ്സ്. ഡാർക്ക് ഫിൽറ്ററുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ബെസ്റ്റ് ചോയ്സ് ആണ് റെഡ് ഡാർക്ക് ഫിൽറ്റേഴ്സ്. കിടിലൻ ഡാർക്ക് ഫിൽറ്റേഴ്സ് ഈ ആപ്പിൽ നമുക്ക് കിട്ടും. ഇത് കൂടാതെ നമുക്കിതിൽ ടെക്സ്റ്റുകളൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല സ്റ്റൈലൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസോ വാട്സപ്പ് സ്റ്റാറ്റസോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഫോട്ടോഷോപ്പ് ക്യാമറ. ഫോട്ടോഷോപ്പ് ക്യാമറ എന്ന് പറയുന്ന ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്പ് എന്നുള്ളതിനേക്കാളും അതൊരു കിടിലൻ ഫൺ ക്യാമറ ആപ്പാണ്. ഇതൊരു നമ്മൾ സെൽഫിയൊക്കെ എടുക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫൈയിങ് ആപ്പല്ല, പക്ഷേ രസകരമായിട്ടുള്ള ഗ്രാഫിക്സോട് കൂടിയ ഒരു ക്യാമറ ആപ്പാണ്. ഇതിൽ ഈ ഗ്രാഫിക്സുകളെ അഡോബി പറയുന്നത് ലെൻസസ് എന്നാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി ലെൻസസിൻ്റെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റൈലിലുള്ള ലെൻസസുകൾ നമുക്ക് ഇഷ്ടമുള്ളത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ എടുക്കുമ്പം ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാം. പ്ലാനറ്റിക്കൽ ആപ്പ്. മനോഹരമായിട്ടുള്ള ടൈനി പ്ലാനറ്റ് ചിത്രങ്ങൾ നമ്മളെയൊക്കെ വണ്ടറടിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അടിപൊളി ടൂളാണ് പ്ലാനറ്റിക്കൽ ആപ്പ്. നമ്മൾ പകർത്തുന്ന ലാൻഡ്സ്കേപ്പ് ചിത്രങ്ങളോ അല്ലെങ്കിൽ ഒരു പനോരമ ചിത്രമോ നമ്മുടെ ഈ ആപ്പിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്കിൽ നമുക്ക് ടൈനി പ്ലാനറ്റ് ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ ഈ ആപ്പിലെ തന്നെ ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് ടൈനി പ്ലാനറ്റ് ചിത്രങ്ങൾ പകർത്താനും ഓപ്ഷനുണ്ട്. കോമിക്ക. ഒരു വെറൈറ്റി ഗ്രാഫിക് ആപ്പാണ് കോമിക്ക. നമ്മുടെ ഫോട്ടോകളെ കോമിക് ബുക്കുകളുടെ സ്റ്റൈലിൽ, അതിലുള്ള ഇമേജുകളുടെ സ്റ്റൈലിൽ ഫോട്ടോകളെ എഡിറ്റ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഓപ്ഷനാണ് കോമിക്ക. നിരവധി സ്കെച്ച് സ്റ്റൈലുകൾ ഈ ആപ്പിൽ അവൈലബിൾ ആണ്. കാർട്ടൂണ്, കോമിക്ക്, അതുപോലെ തന്നെ പെൻസിൽ ഡ്രോയിങ്, പോർട്രേറ്റ് സ്റ്റൈല്, ഇതൊക്കെ കിടുവാണ്. കൂടാതെ കോമിക് ബുക്ക് സ്റ്റൈലിലുള്ള സ്റ്റിക്കേഴ്സുകൾ നമുക്ക് ആഡ് ചെയ്തിട്ട് ഈ എഡിറ്റിങ്ങിനെ ഒന്നുകൂടി ഉഷാറാക്കാൻ പറ്റും. കൂടാതെ കൊളാഷുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ടെംപ്ലേറ്റും ഈ ആപ്പിൽ അവൈലബിൾ ആണ്. ഫോട്ടോ കൊളാഷ് മേക്കർ. കൊളാഷുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒട്ടനവധി ആപ്പുകൾ ഉണ്ടെങ്കിലും അക്കൂട്ടത്തിലെ ബെസ്റ്റ് ക്വാളിറ്റി ആപ്പാണ് ഫോട്ടോ കൊളാഷ് മേക്കർ. കൊളാഷുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒട്ടനവധി ടെംപ്ലേറ്റുകളാണ് ഈ ആപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻ്റർഫേസ് ആയതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. കൂടാതെ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻഡിവിജ്വലി ഓരോ ഫോട്ടോയ്ക്ക് നമുക്ക് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത്തരത്തിൽ നമുക്ക് കൊളാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ആപ്പുകളിലൊന്നാണ് ഫോട്ടോ കൊളാഷ് മേക്കർ. ഫുഡി ആപ്പ്. നമ്മളൊക്കെ റെസ്റ്റോറൻറ്റിൽ പോയാൽ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അത് വന്നാൽ കഴിക്കുന്നതിന് മുന്നേ തന്നെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരാണ്. ഫുഡ് ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുള്ള ആളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്പാണ് ഫുഡി ആപ്പ്. ഫുഡിൻ്റെ ഫോട്ടോസുകൾ എടുക്കാൻ വേണ്ടി മാത്രം സ്പെഷ്യലി ഡിസൈൻ ചെയ്തേക്കുന്ന ഒട്ടനവധി നല്ല ക്വാളിറ്റി ഫിൽറ്റേഴ്സാണ് ഈ ആപ്പിൻ്റെ പ്രത്യേകത. ഇത് കൂടാതെ നമുക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ലൈവ് ഫിൽറ്റേഴ്സ് ഇട്ടുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ആപ്പ് നമ്മൾ ഫുഡ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. നമുക്ക് അതുപോലെ തന്നെ സെൽഫിക്ക് വേണ്ടിയിട്ടുള്ളതും അതുപോലെ ലാൻഡ്സ്കേപ്പ് എടുക്കാനും ഇൻഡോർ ഷോട്ടുകൾ എടുക്കാനും വേണ്ടിയിട്ടുള്ള നല്ല ഫിൽറ്റേഴ്സുകൾ കൂടി ഈ ആപ്പിൽ അവൈലബിൾ ആണ്. ഫോട്ടോഷോപ്പ് ഫിക്സ്. നമുക്ക് പ്രൊഫൈൽ പിക്ചർ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ ഫേസ് എഡിറ്റ് ചെയ്യാനോ ഒക്കെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ആപ്പാണ് ഫോട്ടോഷോപ്പ് ഫിക്സ്. ലിക്വിഫൈങ് ഫീച്ചേഴ്സ് ഉപയോഗിച്ചിട്ട് ഫേസിലെ ചില ഏരിയകളുടെ തടി കൂട്ടാനും കുറയ്ക്കാനും പറ്റും. സ്കിൻ സ്മൂത്ത് ആക്കാം. അതുപോലെ തന്നെ നമുക്ക് പിമ്പിൾസ് മായ്ച്ചു കളയാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചില ഏരിയകൾ മാത്രം നമുക്ക് സ്പെഷ്യലായിട്ട് സെലക്ട് ചെയ്തിട്ട് ലൈറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റും. ഇത്തരത്തിൽ ഒരു പ്രൊഫൈൽ പിക്ചർ എഡിറ്റ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള എല്ലാവിധ ടൂളുകളും കൂടിയ ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ഫോട്ടോഷോപ്പ് ഫിക്സ്. ജനറലായിട്ട് നമ്മളൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട 3 ആപ്പുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് സ്നാപ്സീഡ്. സ്നാപ്സീഡ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ഒരു ഫ്രീ ആയിട്ടുള്ള ആപ്പാണ്. ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒട്ടനവധി എഡിറ്റിംഗ് ടൂളുകളാണ് സ്നാപ്സീഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഫോട്ടോ എടുത്തിട്ട് അതിനെ ലൈറ്റ് കറക്റ്റ് ചെയ്ത് കളർ ഗ്രേഡ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഒരുവിധം എല്ലാ ഓപ്ഷനും സ്നാപ്സീഡിലുണ്ട്. ലൈറ്റ് റൂം. ലോകത്തെമ്പാടുമുള്ള പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ നമ്പർ 1 ചോയ്സാണ് ലൈറ്റ് റൂം. ലൈറ്റ് റൂം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ അല്ല. അതിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില ടൂളുകളിലൊക്കെ നമുക്ക് പ്രീമിയം വേർഷനിൽ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൻ്റെ ഫ്രീ വേർഷൻ ഉപയോഗിച്ചിട്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കളർ ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൂളാണ് ലൈറ്റ് റൂം.
മൂന്നാമത്തത് പിക്സാർട്ട്. നമ്മൾ ഫോട്ടോകളിൽ ഗ്രാഫിക്സുകൾ കൂടി ആഡ് ചെയ്തിട്ട് ഫോട്ടോ മാനിപ്പുലേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അത്തരം എഡിറ്റിങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ നമ്പർ 1 എഡിറ്റിംഗ് ആപ്പാണ് പിക്സാർട്ട്. അപ്പം ഇത്തരത്തിൽ ഈ 3 ആപ്പുകൾ ഉണ്ടെങ്കിൽ ജനറൽ ആയിട്ടുള്ള നമ്മളുടെ ഫോട്ടോ എഡിറ്റിംഗ് പർപ്പസുകളൊക്കെ സാധ്യമാണ്. ഇനി നമുക്ക് സ്പെഷ്യൽ എഫക്റ്റുകൾ വേണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ 8 ആപ്പുകളെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. ഇക്കൂട്ടത്തിൽ നിങ്ങളുടെ ഫേവറേറ്റ് എഡിറ്റിംഗ് ആപ്പ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യൂ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. See you guys. Bye bye.